إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കാത്തുസൂക്ഷിച്ച് തഖ്വ കൈമുതലാക്കി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും വളർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവന്റെ ഉത്തമ ഉത്തമങ്ങളായ ദാസന്മാരെ നമ്മൾ ഉൾപ്പെടുത്തുമാറാണ്. മുസ്ലിം ഉമ്മത്ത് വളരെയധികം പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മേഖലകൾ നോക്കിയാലും ഏത് നാടുകൾ നോക്കിയാലും മുസ്ലിം ഉമ്മത്തിന് വലിയ മുറിവുകൾ ഏറ്റിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രീതിയിലുള്ള ശത്രുക്കളുടെ ആക്രമണങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഒരുപാട് നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ വാർത്തകളെല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും മുറിവുകളും ഏറ്റുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ ഉമ്മത്തിനോടുള്ള നമ്മുടെ കടമ എന്താണ്? അതൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിലാണോ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? അതല്ല, നമ്മളെല്ലാവരും ഒരൊറ്റ സമുദായമായതുകൊണ്ട് തന്നെ ഒരു ശരീരത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ സത്യനിഷേധികൾ അവർ പരസ്പരം സഹായികളാണെന്നും അവർ നിങ്ങൾക്കെതിരെ കൈകോർക്കുമെന്നും പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ പരസ്പരം സഹായികളാണെന്നും അതുപോലെ തന്നെ നിങ്ങളോട് അവർ സഹായം ചോദിച്ചാൽ അവരെ സഹായിക്കൽ നിങ്ങളുടെ മേൽ ബാധ്യതയാണെന്നും അല്ലാഹു പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങളോട് അവര് സഹായം ചോദിക്കുമ്പോൾ അവരെ സഹായിക്കൽ ബാധ്യതയാണെന്നും മതപരമായ കടമയാണെന്നും പഠിപ്പിച്ച ഇസ്ലാം ഒരൊറ്റ സമുദായമായിക്കൊണ്ട് കാണുന്ന ഈ ഉമ്മത്തിന് ഇന്ന് നമുക്കറിയാം, വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സിറിയയിലെ അലപ്പോ നഗരത്തിലും അതുപോലെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ബർമയുടെയൊക്കെ മ്യാൻമറിന്റെയൊക്കെ അവസ്ഥ നമുക്കറിയാം. മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ പോലെ, അനിയന്മാരെ പോലെ, സഹോദരന്മാരെ പോലെ കാണേണ്ട ആളുകളാണ് പല രീതിയിലും മുമ്പൊന്നും നമുക്ക് കേട്ട് പരിചയമില്ലാത്ത രീതിയിലുള്ള പീഡനങ്ങളും ജീവനോടെ തീ കൊളുത്തലും അതുപോലെ തന്നെ പല രീതിയിലും പ്രയാസപ്പെടുത്തിക്കൊണ്ടാണ് അവരെയൊക്കെ കൊന്നു തള്ളുന്നത്. ഇസ്രയേലിലെ അവസ്ഥയാണെങ്കിൽ നമുക്കറിയാം, പുറത്തുള്ള സൈനിക ശക്തികളെ കൂടി, റഷ്യ പോലെയുള്ള സൈനിക ശക്തികളെ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നുസൈരിയ ഷിയ വിഭാഗമായ അവിടുത്തെ അലവികൾ, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ബഷാർ അൽ അസദിന്റെ വിഭാഗം, ഏകദേശം ആ നാട്ടിലെ 60-ലധികം ശതമാനം വരുന്ന അഹ്ലുസുന്നയുടെ ആളുകളെ, പ്രത്യേകിച്ച് ഹലബിലൊക്കെയുള്ള ആളുകളെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആ വശങ്ങൾ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല നാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ ഒരു സത്യവിശ്വാസിയുടെ നിലപാടെന്തായിരിക്കണം? ഒരൊറ്റ ഉമ്മത്തായ ഒരു സമുദായമായ ഈ മുസ്ലിം ഉമ്മത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ സഹായിക്കൽ മതപരമായി എന്റെയും നിങ്ങളുടെയും മേൽ ബാധ്യതയുമായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വലിയ ഒരു അശക്തിയും പ്രയാസവും ഈ ഉമ്മത്തിന് ഉണ്ട് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ്
അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും സഹായിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത്. അതിന്റെ വലിയ ഒരു കാരണം രാഷ്ട്രീയമായ കാരണങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുന്നവരും തങ്ങളെ ആക്രമിക്കാനും ഉന്മൂലനം ചെയ്യാനും വരുന്ന ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നവരുമൊക്കെ ഭീകരവാദികളും തീവ്രവാദികളുമായി മുദ്ര കുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധിക്കുന്നത് പോലും വലിയ പാപമായിക്കൊണ്ടും സ്വന്തം സഹോദരിമാരെ മാനഭംഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അനിയന്മാരെ മുന്നിൽ നിന്ന് സ്വന്തം മുന്നിലിട്ട് കൊല ചെയ്തുകൊണ്ടൊക്കെ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ തങ്ങളാലാവുന്ന രീതിയിൽ പ്രതിരോധിക്കുന്നവരെ പോലും ഇന്ന് മീഡിയ മുദ്ര കുത്തുന്നത് ഭീകരവാദികളായിട്ടാണ്. ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ആ നാടുകളെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ മീഡിയകൾ നമുക്കറിയാം, ബർമയിൽ നടന്നതിനെ കുറിച്ച് നൽകിയ റിപ്പോർട്ട് അവിടെ നിയമവിരുദ്ധമായൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ നാടുകളിലും അവരുണ്ടാക്കി വെച്ചിട്ടുള്ള നിയമം എങ്ങനെയൊക്കെ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. സിറിയയിലും അവിടുത്തെ അവസ്ഥ അവരുടെ ന്യായം, ബഷാറിന്റെയും അതുപോലെ തന്നെ നുസൈരികളുടെയൊക്കെ ന്യായം അനുസരിച്ച് ഈ നടക്കുന്നതൊക്കെ അവരുടെ നിയമം അനുസരിച്ച് തെറ്റില്ലാത്ത സംഗതിയാണ്. അന്താരാഷ്ട്ര സമൂഹം അതിനെ കാണുന്നതോ അത് അവിടുത്തെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് മാത്രമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ കണ്ടിരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ പ്രശ്നവും ഉമ്മത്തിന്റെ പ്രശ്നമായി കാണുന്ന അവസ്ഥ ഇല്ലാത്തതിന്റെ മെയിൻ കാരണമായിട്ട് ഇന്ന് ഖത്തീബ് അവർ പറഞ്ഞു, രാഷ്ട്രീയ പ്രേരിതമായ ഒരുപാട് കാരണങ്ങൾ അതിന്റെ പിന്നിൽ. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രതിരോധത്തിന്, സത്യത്തിൽ നല്ല പ്രതിരോധത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല വിഭാഗങ്ങളെ പോലും തീവ്രവാദികളായിക്കൊണ്ടാണ് മീഡിയ മുദ്ര കുത്തുന്നത്. അതിങ്ങനെ കേട്ട് കേട്ട് നമ്മൾ പോലും അവരെ കാണുമ്പോൾ അതൊക്കെ തീവ്രവാദികളാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് സ്വമേധയാ നമ്മളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അത്തരം ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നിഷേധിക്കുന്നില്ല. അഥവാ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും അതുപോലെ തന്നെ ആളുകളെ കാഫിറാക്കി മുദ്ര കുത്തുന്നതും അതുപോലെ തന്നെ മറ്റു ശത്രുക്കളെക്കാൾ മുസ്ലിങ്ങളെ കൊല ചെയ്യുന്നതുമായ ഒരു വിഭാഗം, അത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ ദൗലത്തുൽ ഇസ്ലാം, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ട അതും യഥാർത്ഥത്തിൽ അവരുടെ ഒരു കളി മാത്രമായിരുന്നു. നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ആളുകളെ തകർക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു കളിപ്പാവ മാത്രമായിരുന്നു അത് നമുക്ക് പിന്നീട് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലായി അവരുടെ ചെയ്തികളിൽ നിന്ന്. എന്നാൽ ആ വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ ലോകത്ത് വിവിധ മേഖലകളിൽ ആക്രമിക്കപ്പെട്ട മർദ്ദിതരായ വിഭാഗം പ്രതികരിച്ചപ്പോഴൊക്കെ അവരെ ലോകം വിളിച്ചത് തീവ്രവാദികളെന്നായിരുന്നു. തീവ്രവാദികൾക്കെതിരെയുള്ള നടപടികളെന്നായിരുന്നു അവരെ ചൂട് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്ന സൈനിക നടപടികളെ കുറിച്ചൊക്കെ വിശേഷിപ്പിച്ചത്. എന്നാൽ വലിയ അന്താരാഷ്ട്ര തീവ്രവാദം ഇമ്പോർട്ട് ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളൊന്നും തീവ്രവാദ രാഷ്ട്രങ്ങളായിട്ട് ആരും വിശേഷിപ്പിക്കാറില്ല. ആ ഒരു അവസ്ഥയിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഒരു വല്ലാത്ത അശക്തിയും ബലഹീനതയും അവരെ പിടികൂടി എന്നുള്ളത് സാധാരണ ജനങ്ങളായ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടെ നമ്മുടെ നിലപാടുകൾ വളരെ കൃത്യമായിരിക്കണം. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ മീഡിയ എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത്, മാധ്യമങ്ങൾ എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത്, അതപ്പടി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ തീവ്രവാദികളായും ഭീകരവാദികളായും മനസ്സിലാക്കുക എന്നുള്ളത് അവരോട് ചെയ്യുന്ന വലിയ അനീതിയായിരിക്കും. പ്രത്യേകിച്ച് നാം നമ്മിൽ അർപ്പിതമായിട്ടുള്ള ഒരു കടമയും അവരോട് ചെയ്യാത്ത അവസ്ഥയിൽ ഒരു ഉമ്മത്തിന്റെ ഒരു ഭാഗം ആക്രമിക്കപ്പെടുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത്, സൈനികമായി സഹായിക്കുക എന്നുള്ളത് സഹാബത്തിന്റെ കാലം മുതലേ ഈ ഉമ്മത്ത് ചെയ്തു പോകുന്ന ഒരു സംഗതിയാണ്. അത് ചെയ്യാത്ത ഒരവസ്ഥയിൽ ഏറ്റവും മിനിമം അവരെ നല്ല ഒരു ചിന്തയോട് കൂടി നോക്കിക്കാണാനെങ്കിൽ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ അദ്ദേഹം പറഞ്ഞ പോലെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പോലും പലർക്കും മനസ്സില്ല. കാരണം അത് എന്റെ പ്രശ്നമല്ല എന്നുള്ളിടത്തേക്ക് മീഡിയ നമ്മെ എത്തിച്ചിട്ടുണ്ട്. ആ നടക്കുന്നതൊന്നും നമ്മളെ പ്രശ്നമല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഈ ഉമ്മത്തിലെ ഒട്ടുമിക്ക ആളുകളെയും മീഡിയ ഇന്ന് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വലിയ യുദ്ധം നമ്മോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനികമായിട്ടല്ല, മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മോട് അവർ പ്രധാനമായി യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ നിലപാടുകളൊക്കെ അവരാണ് രൂപീകരിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾ രൂപീകരിച്ച് നല്ല ഫോം ചെയ്തുണ്ടാക്കി തരുന്ന നിലപാടുകളാണ്
നമ്മുടെ മക്കളും ഒക്കെ ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ ഒരു സങ്കടകരമായ അവസ്ഥ. തീർച്ചയായും മുസ്ലിം ഉമ്മത്തിനോടുള്ള നമ്മുടെ കടമയും ബാധ്യതയും അള്ളാഹു അതിനെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. കാരണം മതപരമായിട്ടുള്ള കടമയാണ് അവരെ സഹായിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സാധ്യമായ എല്ലാ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് മീഡിയ എന്ന് പറയുന്നത് വലിയ ഒരു സാധ്യതകളുള്ള ഒരു ഭാഗമാണ്. മീഡിയയിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മീഡിയ രംഗത്ത് നല്ല കഴിവുള്ള ആളുകൾക്ക്, നല്ല ഭാഷാ നിപുണതയുള്ള ആളുകൾക്ക് ലോകത്തോട് ഇവരുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയാനും അത് തന്നാലാകുന്ന രീതിയിലൊക്കെ അത് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് ഏതൊരാൾക്കും തനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു സർക്കിളിലെങ്കിലും അവരെ സഹായിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലുള്ള മീഡിയയുടെ അവസ്ഥ എന്താണ്? മുസ്ലിം ഉമ്മത്തിന്റെ കയ്യിലുള്ള മീഡിയയുടെ അവസ്ഥ എന്താണ്? പാട്ടും സംഗീതവും നൃത്തവും അതുപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ എല്ലാ ഹറാമുകളും നിറഞ്ഞിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിന്റെ മീഡിയയിൽ. നമ്മെ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ആയുധമായിട്ടുള്ള മീഡിയ നമ്മളെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അവരുണ്ടാക്കിയ അതേ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരെ എതിർക്കാൻ സാധിക്കും. പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ വലിയ ഒരു മഹാഭൂരിപക്ഷവും ഇന്ന് അള്ളാഹ് ഹറാമാക്കിയ സംഗതികൾ ചെയ്തുകൊണ്ട് തങ്ങളുടെ ഷഹ്വാത്തുകളുടെ പിന്നാലെ, തങ്ങളുടെ മാനസികമായ രതി വൈകൃതങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് പലരും ഈ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക? പിന്നെ എങ്ങനെയാണ് ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടുക എന്നുള്ളതാണ്, ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത്. നമ്മോട് സാധിക്കുന്ന മേഖലകളിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്, സദാസമയം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ അർപ്പിതമായിട്ടുള്ളൊരു കർമ്മമാണ്. അദ്ദേഹം പറഞ്ഞു അത് കുനൂത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി മൊത്തം പള്ളിയിലെ ഇമാമുകളോട് നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. പല പള്ളികളും നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുക. അതോടൊപ്പം അതിലപ്പുറം നമ്മോടെല്ലാവരോടും തന്റെ സ്വന്തം കുടുംബത്തിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും അപകടം പറ്റി നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. ഓരോ നിസ്കാരത്തിന്റെ ശേഷവും അതുപോലെ തന്നെ രാത്രിയിലും തഹജ്ജുദിലൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. മക്കയിൽ പോകുമ്പോൾ നല്ല ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ദുആ ചെയ്യും. അതുപോലെ നമ്മുടെ പ്രശ്നമായിക്കൊണ്ട് ഈ ഉമ്മത്തിന്റെ പ്രശ്നം കാണാൻ സാധിച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ദുആ ചെയ്യും. ആ പ്രാർത്ഥനകളെങ്കിലും നമുക്ക് അവരോട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സഹായമായിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി നാം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ പരീക്ഷണങ്ങളിൽ അള്ളാഹു സത്യവിശ്വാസികളെ അവരെക്കാൾ നമ്മയാണ് പരീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ നിലപാട് എന്താകുമെന്നും ഇതിനോടൊക്കെ നമ്മൾ എന്താണ് നിലപാടെടുക്കുന്നതെന്നും നമ്മളും പരീക്ഷിക്കപ്പെടുകയാണ്. അല്ലാതെ അത് അവർക്ക് മാത്രമേ പരീക്ഷണമായി കണ്ടുകൊണ്ട് നമ്മളിൽ നിന്ന് പുറത്താണെന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല. ഈ ഉമ്മത്തിന് മൊത്തത്തിൽ വലിയ പരീക്ഷണമാണ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് അവരോട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ സഹായമായ പ്രാർത്ഥന പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നാം എത്തിക്കും. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ വെറും പ്രാർത്ഥനയിൽ ഒതുക്കാതെ നേരത്തെ പറഞ്ഞതുപോലെ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ നമുക്കൊരു ആ നാട്ടുകാരായ പലരും അദ്ദേഹം പറഞ്ഞു ഇവിടെ നമ്മുടെ ഇടയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടാകും. അവരിൽ വിശ്വസ്തരായ ആളുകളെ കണ്ടുകൊണ്ട് അവരുടെ പ്രയാസം അനുഭവിക്കുന്ന ആ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ ഇവിടെ സൗദി അറേബ്യയിലൊക്കെ വളരെ ഔദ്യോഗികമായി തന്നെ അംഗീകൃതമായിട്ടുള്ള സംഘടനകൾ അഥവാ ഗവൺമെന്റിന്റെ അറിവോടുകൂടി തന്നെ അവർക്ക് സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുർക്കിയിലൂടെയും അതുപോലെ തന്നെ സിറിയയിൽ നേരിട്ടുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനകൾ അവരെയൊക്കെ നമുക്ക് കണ്ടെത്തിക്കൊണ്ട് സഹായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതും നമ്മോടാകുന്ന രീതി നാം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു അറബി ചൊല്ലും കൂടെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു കാര്യം നമ്മൾ നല്ല ആത്മാർത്ഥമായി ഉദ്ദേശിച്ച് നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ അതിന് കണ്ടെത്തും. പക്ഷെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ ഉദ്ദേശം ഇല്ല എന്നുള്ളതാണ് സത്യം. അത് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം മുസ്ലിം ഉമ്മത്തിലെ പ്രശ്നങ്ങളൊന്നും എൻ്റെ പ്രശ്നങ്ങളല്ല എന്നുള്ളിടത്തേക്ക് ആരോ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് മാറി ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ കണ്ടെത്തും അവരെ സഹായിക്കാൻ. ആദ്യം പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമായ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നേരിട്ട് അവരെ ആരെങ്കിലും സൈനികമായി സഹായിക്കാൻ പോയാൽ ഒന്നുകിൽ അവൻ മടങ്ങി വരുന്ന ജയിലിലേക്കോ അല്ലെങ്കിൽ ഭീകരവാദ മുദ്ര അടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും, അത് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊരിക്കലും ആത്മഹത്യാപരമായ ഒരു എടുത്തുചാട്ടത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിൽ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് എവിടേക്കാണ് നമ്മൾ എത്തുക നമുക്കറിയില്ല.
പല ചെറുപ്പക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ കാണുമ്പോൾ. അങ്ങനെ പോയിട്ട് ആരുടെ കയ്യിലാണ് നമ്മൾ എത്തുക? ശത്രുക്കളുടെ കയ്യിലാണോ, മിത്രങ്ങളുടെ കയ്യിലാണോ, നമ്മളെ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്ന ആളുകളുടെ കയ്യിലാണോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള എടുത്തുചാട്ടം കൊണ്ടൊന്നും കാര്യമില്ല. നാം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് മറ്റ് മാർഗങ്ങളിൽ എങ്ങനെയൊക്കെ നമുക്ക് മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കുന്നവർ ആ നിലക്ക് സ്വന്തം കീശയിൽ ചെലവഴിക്കുക മാത്രമല്ല, സഹോദരങ്ങളെയും കൂട്ടുകാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിനുള്ള സംഘടനകളെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അറിവോടുകൂടി ആ രംഗത്തേക്ക് സഹായങ്ങൾ എത്തിക്കുന്ന ആളുകളൊക്കെ കണ്ടെത്തിക്കൊണ്ട് ആ മേഖലയിൽ നാം നല്ല ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രശ്നമായി കണ്ടുകൊണ്ട് അതിനുവേണ്ടി നമ്മോട് സാധിക്കും. നമ്മുടെ സഹോദരങ്ങളെ പലപ്പോഴും അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ പലതും നമുക്ക് വായിച്ചാൽ നമുക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു പോകും. എന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ആത്മഹത്യ ചെയ്യാണെന്ന് പറഞ്ഞ് ഒരു സഹോദരി കത്തെഴുതി നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാകും. ഈ അടുത്ത ദിവസങ്ങളിൽ ആലിപ്പോയിൽ നിന്ന് ആ സഹോദരി പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ മേലിൽ ഒരുപക്ഷെ ഫത്വ ഇറക്കുമായിരിക്കും, ഞാൻ നരകത്തിലാണെന്ന്, എനിക്ക് കുഴപ്പമില്ല, കാരണം ഞാൻ ഒരിക്കലും എന്റെ അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട്, ഈ ലെറ്റർ നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടാവുന്നു. അതിന്റെ ശരയ്യായ വശം ഒരു ഭാഗത്ത് നിൽക്കട്ടെ, പക്ഷെ ആ ഏതൊരവസ്ഥയിലാണ് ആ സഹോദരി അത് എഴുതിയത് നമ്മൾ ചിന്തിച്ചു നോക്കുക. വളരെ അഭിമാനത്തോടു കൂടി അന്തസ്സോടു കൂടി തന്റെ അഭിമാനം സംരക്ഷിച്ച് ജീവിച്ച ആ ഒരു സഹോദരി ഒരാളും തന്നെ സഹായിക്കാനില്ല എന്ന ഒരു ഘട്ടത്തിൽ തന്റെ അഭിമാനം ഇവിടെ പിച്ചു ചിന്നാൻ പോകുകയാണെന്നുള്ള അവസ്ഥയിലാണ് ആ കത്തെഴുതിയിട്ടുള്ളത്, മൊത്തം മുസ്ലിം ഉമ്മത്തിനോടും പണ്ഡിതരോടും ഭരണാധികാരികളോടൊക്കെ. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രയാസത്തിലാണ് നമ്മുടെ സഹോദരന്മാരുള്ളത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്തുകൊണ്ടായിരിക്കണം നാം ഈ ദിവസങ്ങളിൽ നാം കഴിയേണ്ടത്. അദ്ദേഹം പറഞ്ഞു, നാം ചെയ്യുന്ന പാപങ്ങൾ പോലും ഈ ഉമ്മത്തിന് സഹായം വൈകും എന്നുള്ളത് കൊണ്ട് തന്നെ ഉമർ അള്ളാഹു സൈനികരോട് ഉപദേശിച്ചിരുന്നത് പോലെ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹുവിന്റെ സഹായം വരുന്നത് തടയുമെന്നും അള്ളാഹുവിന്റെ സഹായം വൈകിക്കുമെന്നുമുള്ളത് കൊണ്ട് തന്നെ നാം ചെയ്യുന്ന തെറ്റുകൾ പോലും ഈ ഉമ്മത്തിനോട് ചെയ്യുന്ന അനീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഖതീബ് അവർ വളരെ ഗൗരവത്തോടി പറഞ്ഞു. കാരണം നമ്മുടെ സ്വന്തം മക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ സഹോദരികൾക്കോ മാതാപിതാക്കൾക്കോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ആകെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് തോന്നിയ പോലെ ജീവിക്കും, ഒരിക്കലുമില്ല. നമ്മൾ പരമാവധി അള്ളാഹുവിനോട് അടുക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറുമ്പോൾ നാം സ്വാഭാവികമായും തെറ്റുകൾ കുറക്കും, പാപങ്ങൾ കുറക്കും, പ്രാർത്ഥന നിരതരായിക്കൊണ്ട് ജീവിതം തള്ളി നീക്കും. അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളിൽ നമ്മുടെ പ്രയാസമായി മനസ്സിലായിക്കൊണ്ട് അള്ളാഹുവിനോട് സദാസമയം ബന്ധം സ്ഥാപിക്കും. ആ ഒരു അവസ്ഥയിലായിരിക്കണം നാം ഈ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങളെ കാണേണ്ടത്. അതുപോലെ തന്നെ ഒരിക്കലും നാം ചിന്തിക്കരുത് ഇത് ഒരുപാട് വൈകിപ്പോയല്ലോ എന്ന്. കാരണം മുമ്പ് ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഖ്ലൂക്കായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 വർഷക്കാലം മക്കയിൽ ഉപരോധിച്ചിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചുകൊണ്ട്, പലപ്പോഴും പച്ചില മാത്രം ഭക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും തന്റെ പ്രിയപത്നി ഖദീജയും റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഇസ്ലാം ആശ്രയിച്ചിട്ടില്ലെങ്കിലും പ്രവാചകനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാമെന്നേറ്റ അബൂ താലിബ്, അവരെല്ലാവരെയും നമുക്കറിയാം മക്കക്കാർ ഉപരോധിച്ചത്. ആ ഉപരോധം 3 വർഷം നീണ്ടു നിന്നു. ആരാണ് ഉപരോധിക്കപ്പെട്ടത്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കൂടെയുള്ള സഹാബത്താണ്, അഹ്ലു ബൈത്താണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയാണ് ആ നിലക്ക് ഉപരോധിക്കപ്പെട്ടത്. അപ്പൊ അതൊക്കെ ഉണ്ടാകും. ലിയുമഹിസല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികൾ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഈ ദുനിയാവിലുള്ള പരീക്ഷണങ്ങൾക്കുള്ള ഒരു നാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല എന്താണല്ലോ ഉത്തരം ചെയ്യാത്തത്, എന്താണല്ലോ സഹായിക്കാത്തത്. നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നമ്മോടാകുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. കാരണം അവർക്ക് പോലും അത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് വളരെ അർഹതയും യോഗ്യതയൊക്കെ കുറഞ്ഞ നമ്മൾ, ഒരുപാട് പാപങ്ങൾ മുഴുകിയ നമ്മൾ, സാധിക്കുന്ന മേഖലകളിൽ പോലും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ ഉമ്മത്തിനെ സഹായിക്കാതെ അഭിരമിക്കുന്ന നമ്മൾ, നമുക്ക് അള്ളാഹുവിന്റെ സഹായം വൈകുന്നതിൽ ഒരു അത്ഭുതമില്ല. ഖബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചോദിച്ചു, റസൂലേ, നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? ഇരുമ്പ് ഇങ്ങനെ പേപ്പിച്ചിട്ട് പുറത്ത് വെച്ച് ഒരു മുഷ്ടി ഇങ്ങനെ ഉള്ളിലേക്ക് ഇടാൻ പറ്റിയ ഒരു പാടുണ്ടായിരുന്നു ഖബാബ് റളിയല്ലാഹുവിന്റെ പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിച്ചു, റസൂലേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ് ഈർച്ചവാൾ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ മതത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ആവശ്യപ്പെടുകയും ഇല്ല ഞാൻ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞപ്പോൾ ഈർന്ന് 2 കഷ്ണമാക്കി മരിച്ചു വീണ ഷഹീദായ ആളുകൾ ഉണ്ടായിരുന്നു.
നിങ്ങൾക്ക് മുമ്പ് ഈ ദീനിൽ നിന്ന് മടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ട് വിസമ്മതിച്ചപ്പോൾ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് എല്ലിൽ നിന്ന് മാംസം പറിച്ചെടുത്തപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തിൽ ഉറച്ചുനിന്ന ആളുകൾ ഉണ്ടായിരുന്നു. വലാകിന്നകും ഖൗമുൻ തസ്തഅജിലൂൻ, നിങ്ങൾ തിരക്ക് കൂട്ടുന്ന ധൃതി കൂട്ടുന്ന ആളുകൾ. ആരോടാ പറയുന്നത്? ആരോടാണ് പറയുന്നത്? എല്ലാ നിലക്കും ക്ഷമയും സ്ഥൈര്യവും ക്ഷമയുടെ അങ്ങേയറ്റമുള്ള സഹാബത്തിനോടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അവർക്കാൽ യോഗ്യതയുള്ള ആളുകളല്ല. അവരുടെ യോഗ്യതയുടെ 10,000-ൽ ഒരു അംശം പോലും ഇല്ലാത്ത നമ്മൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ സാധിക്കുന്ന മേഖലകൾ പോലും പലപ്പോഴും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ തെറ്റിൽ മുഴുകുന്ന നമ്മൾ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ അവർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കുറച്ച് വൈകേണ്ടി വരും. ആ വൈകുന്നതിൽ ഒരിക്കലും നാം നിരാശരാകാൻ പാടില്ല. അള്ളാഹിന്റെ സഹായം എന്താ അല്ലാത്തത്, അള്ളെന്താ ഉത്തരം ചെയ്യാത്തത് എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. ഇത് പരീക്ഷണങ്ങൾക്കുള്ള ഒരു നാടാണ് ഈ ദുനിയാവ് എന്നുള്ളത്. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിലെ മൊത്തം സംവിധാനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന്റെയും ഖദറിന്റെയും ഭാഗമായിട്ടാണ് നടക്കുന്നത്. നാം ചെയ്യേണ്ടത് നമ്മിൽ അർപ്പിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും മാനസികമായ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ട് ഒരാളെ പ്രതീക്ഷ നഷ്ടപ്പെടുത്താൻ പാടില്ല. എപ്പോഴും പ്രതീക്ഷ നൽകുന്നവരാകുക. പലപ്പോഴും നമ്മൾ ഈ ബർമയിലും സിറിയയിലൊക്കെ നടക്കുന്ന ഫോട്ടോസ് ഇങ്ങനെ ഇട്ടിട്ട് അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഷെയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ട് ജനങ്ങളെ അറിയിക്കാണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അല്ലാതെ അതിങ്ങനെ കാണിച്ചിട്ട് ആളുകൾ പല തിരക്കാരുണ്ടാകും. ഇതൊക്കെ പാടെ കണ്ടിട്ട് എന്താ ഇത് ഇങ്ങനെ അള്ള ഇങ്ങനെ നമ്മളെ ചെയ്യുന്നു എന്നുള്ള ചിന്ത ഉണ്ടായാലോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോ ആത്മധൈര്യവും ആത്മസ്ഥൈര്യവും നഷ്ടപ്പെടുത്തുക എന്നുള്ള ശത്രുക്കളുടെ ആവശ്യമാണ്. മുസ്ലിം ഉമ്മത്തിലെ ഓരോ അംഗങ്ങളുടെയും ആത്മവീര്യം കെടുത്തിക്കളയുക എന്നുള്ളത് കുരിശുദ്ധ കാലം മുതലേ ശത്രുക്കളെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ശൈലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അറിയാതെ നമ്മളതിന്റെ ആളുകളായി മാറരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് നൽകാനുള്ള സന്ദേശം കൃത്യമായിട്ട് നൽകിക്കൊണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അല്ലാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നതിനുണ്ടായി ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നുള്ള കൈമലർത്തുന്ന രീതിയിലാകരുത് നമ്മുടെ നിലപാടുകൾ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനം തീർച്ചയായും പുലരുക തന്നെ ചെയ്യും. അള്ളാഹു ഈ ദീനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്നും, പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറിയൻ മേഖലയിൽ അള്ളാഹുവിന്റെ വലിയ സഹായം ഉണ്ടാകുമെന്നും അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച സംഗതിയാണ്. പ്രത്യേകിച്ച് മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും ബറക്കത്തുള്ള സ്ഥലമെന്ന് അറിയിച്ച സ്ഥലമാണ് ഷാം, സിറിയ, ഫലസ്തീൻ, ആ മേഖലകളൊക്കെ. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദി ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയാണത്തെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത്. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ പ്രവാചകനെ കൊണ്ടുപോയ അള്ളാഹു അനുഗ്രഹപൂർണ്ണനായിരിക്കുന്നു. അല്ലദി ബാറകനാ ഹൗലഹ, അഥവാ അതിന്റെ ചുറ്റുപാടും അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സിറിയയുടെ മേൽ, ഷാമിന്റെ മേൽ മലക്കുകൾ ചിറക് വിലർത്തിയിട്ടുണ്ടെന്നും അള്ളാഹിന്റെ മലക്കുകൾ അവിടെ ഉണ്ടെന്നും ഒക്കെ പ്രത്യേകിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹു ഒരിക്കലും സിറിയക്കാരെ മൊത്തത്തിൽ നശിപ്പിക്കാൻ ഒരാൾക്കും അനുവാദം കൊടുക്കുകയില്ല എന്നും സിറിയയിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നും, പ്രത്യേകിച്ച് നമുക്കറിയാം മസീഹു ദജ്ജാൽ, നമ്മൾ ഓരോ നമസ്കാരത്തിലും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്ന ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന വലിയ ഒരു ഫിത്നയാണ് മസീഹു ദജ്ജാലിന്റെ ഫിത്ന. ആ മസീഹു ദജ്ജാൽ കൊല്ലപ്പെടുന്നത് സിറിയയിൽ വെച്ചിട്ടാണെന്നും, ആ ഷാമിൽ വെച്ച് മസീഹു ദജ്ജാലിനെ പോലത്തെ വലിയ ആളുകളെ പോലും, വലിയ ഫിത്നക്കാരെ പോലും കൊല ചെയ്യാനും, അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രണ്ടാമത് വീണ്ടും ഇറക്കിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തനുസരിച്ച് വിധി കൽപ്പിക്കുകയും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയും ദജ്ജാലിനെ കൊല ചെയ്യുകയും ചെയ്യുന്നത് ആ നാട്ടിൽ വെച്ചാണെങ്കിൽ ആ നാട്ടിൽ ഒരിക്കലും മുസ്ലിമീങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമില്ല. ആ നാട്ടിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നും, അതുപോലെ തന്നെ ഒരുപാട് ഫുതുഹാത്തുകളും ഒരുപാട് വിജയങ്ങളും നടക്കാൻ ഉള്ള നാടാണെന്നും നമുക്ക് ആ ഒരുപാട് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്ക് താമസിക്കാൻ ഏറ്റവും അനുഗ്രഹമുള്ള മക്കയും ശേഷം മദീനയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയിട്ടുള്ളത് ആ സിറിയൻ മേഖലയാണ്. പല സഹാബികളും മുആവിയ റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകളൊക്കെ ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് ഏറ്റവും നല്ല ഒരു നാട്, അഥവാ പ്രബോധനത്തിനും അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും അള്ളാഹിന്റെ മാർഗത്തിൽ പോരാടാനൊക്കെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹുവിനോട് സിറിയയിലേക്ക് പോകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ പല സഹാബികളും തെരഞ്ഞെടുത്ത നാടായിരുന്നു സിറിയ എന്നുള്ള ആ ഒരു നാട്. അതുപോലെ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു നാടുമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്നതൊന്നും ഒരിക്കലും അതിന്റെ അവസാനമല്ല എന്നും, ഒരുപാട്
സഹായങ്ങൾ, അള്ളാഹുവിന്റെ സഹായങ്ങൾ ആ മേഖലകളിലൊക്കെ നമുക്ക് ലഭിക്കാനുണ്ടെന്നും എന്നാൽ നാം നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യേണ്ടതുണ്ടെന്നും നാം മനസ്സിലാക്കുക. ഖന്തഖ് യുദ്ധ വേളയിൽ സഹാബത്തിന് വിശ്വാസങ്ങൾ ചോദിക്കുകയുണ്ടായി, ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അവരുടെ വിശ്വാസം പറഞ്ഞു, അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന, അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന, അല്ലാഹുവേ ഞങ്ങളുടെ ന്യൂനതകൾ നീ മറച്ചു വെക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഭീതിയുള്ള ഒരു അവസ്ഥ മാറ്റി ഞങ്ങൾക്ക് നിർഭയത്വം നൽകുകയും ചെയ്യണമേ എന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മസ്തുർ ഔറാത്തിന വ ആമിൻ റൗആത്തിന, എപ്പോഴും നാം അള്ളാഹുവിനോട് നിർഭയത്വമുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ ബലഹീനമായ ഒരു മേഖല നോക്കിയിട്ട് ശത്രുക്കൾ നമ്മെ ആക്രമിക്കുന്ന അതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും സദാസമയം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഓരോരുത്തരും തന്നാലാവുന്ന രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ എന്തെങ്കിലും നിലക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും എടുത്തു ചാടിക്കൊണ്ട് ചെയ്യണമെന്നല്ല ഇന്ന് ഖതീബ് അവർ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഓരോരുത്തരും അവരുടെ മേഖല ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദീനിനെ എനിക്കങ്ങനെ സഹായിക്കാൻ സാധിക്കും, എൻ്റെ സഹോദരങ്ങളെ എനിക്കങ്ങനെ സഹായിക്കാൻ സാധിക്കും, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും മിനിമം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ പ്രയാസങ്ങളിലും ഈ പ്രതിസന്ധികളിലൊക്കെ അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി ആത്മാർത്ഥമായ റബ്ബിനോട് കൈ ഉയർത്തിക്കൊണ്ട് ഈ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, പലപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു ഉത്തരം ചെയ്തത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. അതുപോലെ തന്നെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അള്ളാഹുവിന്റെ അടുത്തുണ്ടെന്നും അള്ളാഹു ഉത്തരം ചെയ്യുമെന്നൊക്കെ വാഗ്ദാനങ്ങൾ ഒരുപാട് ഖുർആൻ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ സത്യമാണ്. അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക. അള്ളാഹു ഉത്തരം ചെയ്യുന്ന സമയമോ അല്ലെങ്കിൽ അത് എപ്പോഴാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതില്ല. അത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെയും ഈ പ്രപഞ്ചത്തിൽ എന്ത് നടക്കണമെന്ന് എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവന്റെ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു ഈ മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഈ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഈ ദീനിനെ തകർക്കാനും ഈ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനും വേണ്ടി കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു അവരുടെ സൈനിക വ്യൂഹങ്ങളെ തകർക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി പുറത്തു നിന്ന് നൽകപ്പെടുന്ന എല്ലാ സൈനിക ശക്തികളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിൽ അള്ളാഹു അവരുടെ രക്തത്തെ സംരക്ഷിക്കുകയും അവരുടെ സ്ത്രീകളുടെ അഭിമാനത്തെ സംരക്ഷിക്കുകയും അവരുടെ സമ്പത്തിനെ അള്ളാഹു സംരക്ഷിക്കുകയും അവരുടെ ശരീരത്തെയും അവരുടെ ആത്മാവിനെയും അള്ളാഹു സംരക്ഷിക്കുകയും അവരുടെ എല്ലാ ഭാഗത്തു നിന്നും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിക്കൊണ്ട് ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ മുസ്ലിം ഉമ്മത്തിന് കൺകുളിർമ നൽകുന്ന വാർത്തകൾ കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്ദിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. اللهم انصر اخواننا المستضعفين في كل مكان، اللهم انصر اخواننا المستضعفين في كل مكان، اللهم انصر اخواننا المستضعفين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. صلى الله وسلم على نبينا محمد وعلى آله.